ദേവാണ് കുലസ്ത്രീ. കുളിസ്ത്രീ എന്ന് വിളിക്കും. ഞാൻ കുലസ്ത്രീ എന്ന് വിളിക്കുള്ളൂ. കുലസ്ത്രീ എന്ന് വെച്ചാൽ അവളെ ഫാൻസിന് ഇഷ്ടാവില്ല. അനുമോളുടെ ഫാൻസ് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ പവർ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഈ ആഴ്ച ന്യൂറയെ ഒന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ആദിലയുടെ അഹങ്കാരം കഴിയും. അടുത്ത ആഴ്ച ആദിലയും കൂടി പുറത്താക്കി കഴിഞ്ഞാൽ ഏകദേശം നല്ല പൂർണ്ണമാവുമല്ലോ. വളരെ മോശപ്പെട്ട രീതിയിലാണ് കേട്ടോ ഇവരുടെ പെർഫോമൻസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ വീട്ടിക്കയറ്റും എന്ന് പറഞ്ഞ അതേ ടീം തന്നെയാണ്. നല്ല അടിപൊളി ടീമാണ്. കൂടെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര കമ്പനി ആയിരിക്കും. ഒന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം കാണാന്നുള്ളതാണ്. ഇപ്പോൾ കുണുമോളായി, അതേപോലെ കുലസ്ത്രീയായി, അങ്ങനെ പല പേരും, കെട്ടിലമ്മ, അങ്ങനെ ഓരോ പേരിലാണ് ഇപ്പോൾ ആദില നൂറ അനുമോള് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ആദില നൂറയുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് തുറന്നു കാണിക്കാം. അക്ബറിനെ ചതിച്ചത് അതിന്റെ പല വേർഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഷാനവാസിനെ ഏത് രീതിയിലാണ് ഇപ്പോൾ കാണുന്നത് എന്നൊക്കെ നിങ്ങൾ കണ്ടു നോക്കണേ. ഒപ്പം നിൽക്കുന്ന സമയത്ത് പോലും പണി കൊടുക്കുന്ന ആദില നൂറ കൊള്ളാല്ലേ, കാണാം. പണപ്പെട്ടിയിലാണത്രേ കണ്ണ് മൊത്തം. ഒന്ന് കണ്ടു നോക്കിയേ. അനുമോളുടെ ഫാൻസേ നിങ്ങൾ എവിടെയാണ്, അത് കൊടുക്കൂ. അടുത്തത് ഷാനവാസ് ഖാന്റെ ഫാൻസിനുള്ളതാണ്, കാണാം. ഇത് തോന്നുമ്പോൾ ഞാൻ പറയും. പിന്നെ ഒട്ടും സംസാരിച്ചിട്ട് ഒരു ഇതില്ലാന്ന് വിചാരിക്കേണ്ട. വാഴയാണ്, ഷാനവാസ് വാഴയാണ്. എത്ര പെണ്ണുങ്ങളിവിടെ? 4 പെണ്ണുങ്ങൾ ഗാർഡിയൻ ഏഞ്ചലായിട്ട് വന്നിരിക്കുന്നതാണ്. ഇയാളാരാ? ഇപ്പോഴാണ് ഇവരൊക്കെ കൂടെ അയാളെ ഹിറ്റ്ലർന്ന് വിളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണം. സത്യോ, ഈ ഒരു അർത്ഥത്തിൽ തന്നെ വിളിച്ചത്. ഞാൻ അന്നേ വല്ല തെറിയും വിളിച്ചാനെ. ഞാൻ വേറെന്തോ അതിന്റെ ഒരു ഹിറ്റ്ലർ കളി. പാവട്ടെ, ഒറ്റ കളിക്കാൻ പറഞ്ഞത് ഒറ്റ കൂഞ്ഞാലടന്ന അവസ്ഥയായി. അമ്മായി പണി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷാനവാസിന്റെ ഒപ്പം നിന്ന് ചതിച്ച് അയാളൊന്ന് പിണങ്ങി നിന്നപ്പോ, പിണങ്ങല്ല, ഒഴിവാക്കി കളിക്കന്റെ ഷാനവാസിക്ക. ടോപ്പ് 5 സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇവരെ ഒഴിവാക്കി നന്നായി. ഹിറ്റ്ലറാക്കി അയാളുടെ കൈയും കാലും പിടിച്ചിട്ടാണ് ഇത്ര ദിവസം അവിടെ പിടിച്ചു നിന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് എന്ത് വാട ഇത്? ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പൈസ എറിഞ്ഞു കൊടുത്ത് PR ചെയ്തിട്ടല്ലാതെ ഇതൊന്നും അവിടെ നിൽക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്താ നൂറ പറഞ്ഞത്? ഞാൻ തെറി വിളിച്ചേനെ എന്നുള്ളത്. നല്ല അടിപൊളി വീട്ടിൽ കയറ്റാൻ പറ്റുന്ന ടീംസ് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞതുപോലെ. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. എന്ത് വാട ഇത്? അനീഷിനെ കാലങ്ങളായിട്ട് ചൊറിയായിരുന്നു. അപ്പൊ അനീഷിന്റെ ഫാൻ പവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അത് നിർത്തി. ഇപ്പൊ കുണുമോൾ എന്നൊക്കെ പറഞ്ഞ അനുമോളെയാണ് പ്രാവുന്നതും അനുമോൾക്കാണ് പണി കൊടുക്കുന്നതും ഷാനവാസ്ക്കും പണി കൊടുത്തു എന്നുള്ളതാ. എന്തായാലും ഈ ആഴ്ച നൂറ പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ നെവിൻ ഒരു പൊട്ടത്തരം ചെയ്ത് ബഹളമൊക്കെ വെക്കുന്നതുകൊണ്ട് അയാൾ പോകും. ഡബിൾ എവിഷൻ ഉണ്ടെങ്കിൽ ഈ നൂറ കൂടി പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇനി അവരുടെ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയാനാടോ? എന്തൊക്കെയാ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? അടുത്തത് ഭയങ്കര ഡ്രാമയാണ്. ഈ ഡ്രാമ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അക്ബറിന്റെ എല്ലാതും കട്ടെടുത്ത് അക്ബറിന്റെ അടുത്ത് പോയിട്ട് ആദിലയുടെ നാടകം ഒന്ന് കാണാം. യഥാർത്ഥ സ്വഭാവം കാണാം. പാപ പോയിന്റെ അങ്ങനത്തെ വിഷമല്ല അതിലത്. സിറ്റുവേഷനിലൂടെ നീ കടന്നു എനിക്ക് മനസ്സിലാവും. അത് ഞാൻ മനസ്സിലാക്കട്ടെ. ഞാൻ നിങ്ങളെക്കാൾ നല്ല ഗെയിമറൊന്നുമില്ല. ഞാൻ എന്റെ കളി കളിച്ചു പോകുന്നു. ഉള്ളിലോട്ട് ഒരിക്കലും അയാളുടെ പുഴം പൊമ്മയും കട്ടെടുത്തിട്ട് അതിന്റെ പോയിന്റും ഞണ്ണിയിട്ട് അയാളെടുത്ത് പോയിട്ട് പറയാം, നിങ്ങൾ ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാത്തത് കൊണ്ടാണെന്നുള്ളത്. ഇത്ര ഉളുപ്പില്ലാത്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ സമ്മതിച്ചു. ഇത് ഗെയിം ചേഞ്ചറാണെന്നാണ് പറയുന്നത്. ചതിയാണ് ചതി. അത് ഗെയിമിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ചതിക്ക് ചതി തന്നെയാണ് പറയേണ്ടത്. അയാൾ കരയുമ്പോൾ അയാൾ പറയാം, നിങ്ങൾ അത് പേഴ്സണലായിട്ട് ഗെയിമായിട്ട് എടുക്കണ്ടേ എന്നൊക്കെ. ഇതെങ്ങാനും നൂറയുടെയും ആദിലയുടെയും കയ്യിൽ നിന്ന് ആരെങ്കിലും കട്ടതാണെങ്കിൽ അവരുടെ ശബ്ദം ചീവീട് ചവിട്ടിപ്പോയതിനെക്കാട്ടി തുല്യമായിരിക്കും. നമുക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. അത്ര ബഹളം വയ്ക്കുന്ന 2 എണ്ണ എന്നിട്ട് വേറൊരാളെ പോയി ചതിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ അടുത്ത് പോയിട്ട് ഇരുന്ന് ഒരു കാര്യവുമില്ലാതെ. നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കണേ. ഇവിടെ അക്ബർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എത്രത്തോളം ആദിലയെ വിശ്വസിച്ചിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അവിടെ എടുത്തോട്ടാ, നീ മാത്രം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ പാവ വെച്ചത്. കുഴപ്പമില്ല, അത് ആരാണ് എടുത്തോ, അത് ഭയങ്കര ഡേർട്ടിയാണ്. നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആരും കട്ടെടുക്കില്ല എന്ന് പറഞ്ഞത്. അല്ല, ഞാൻ അവൾക്കാണ് അവള് കണ്ടിട്ടുണ്ട്. അവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, എടുത്തിരുന്നാലും കുഴപ്പമില്ല, ഫൈൻ. ആദ്യം ഉണ്ടായിരുന്നു പിക്കപ്പ് ഇരിക്കണ്ടൊക്കെ വെച്ച് ഞാൻ എടുക്കില്ല, എന്റെ എടുക്കരുത് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിന്റെ ഞാൻ എടുക്കാൻ വരില്ല, നീ എന്റെ എടുക്കരുതെന്ന് പറഞ്ഞു. ഇവർക്കൊക്കെ അന്തസ്സായിട്ടും ജീവട്ടെ കളിച്ച് ജയിച്ചൂടെ? ബിഗ് ബോസ് 0 ഞാൻ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു. 20 മുകളിലുണ്ടായിരുന്നു. എടുത്തുണ്ടേ പണി കിട്ടും. അവര് ഒരേ സ്വരത്തിൽ പറഞ്ഞു ഡേറ്റ് ആക്കരുത്, അവിടുന്ന് കിട്ടുന്ന എന്തോ അത് പറഞ്ഞിട്ട് ഇരിക്കുമ്പോ പിന്നെ അന്ന് കൊണ്ടുപോലൊക്കെ ഭയങ്കര ബോറില്ല. ഇല്ല അങ്ങനെ കിടക്കണായിരുന്നു.
എടി വെറുതെ നീ അല്ല നീ സ്വന്തമായിട്ടൊന്നും എടുക്കണല്ലേ എന്റെ മോളെ അപ്പൊ നീ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയില്ലേ തൊള്ളതല്ലേ ചീപ്പാണ് ആദിലും അറിയില്ലല്ലോ നമുക്ക്. കർമ്മ അത് അനുമോൾക്കും കിട്ടി. അനുമോൾ ആ കൂട്ടത്തിൽ പെട്ടിട്ട് ആ കളവ് അറിഞ്ഞിട്ട് പോലും അത് മറച്ചു വെച്ചു. എന്നിട്ടും അനുമോളെ കുണുമോള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് തന്നെ കെട്ടിലമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നു. അനുമോളുടെ ഫാൻസിനെ വെല്ലുവിളിക്കുന്നു. ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയോട് അടുത്ത് ചെന്ന് കൈയും കാലും പിടിച്ച് കൂടെ കൂട്ടി അവസാനം അയാളെ കറിവേപ്പില പോലെ എടുത്ത് വലിച്ചെറിയുന്നു. ഇനിയും ഈ പൂമ്പാറ്റകൾ അവിടെ നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ജെനുവിൻ ആയിട്ടുള്ള ഫാൻസ് ആണ് ഉള്ളത് എങ്കിൽ, ജെനുവിനായ ആളുകളാണ് ഉള്ളതെങ്കിൽ ഇവർ രണ്ടുപേരെയും എടുത്ത് ദൂരെ കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ തീരെ ഡിസർവ് അല്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് നെവിൻ്റെ പേര് ഞാൻ പറയും, 2 ആദിലയുടെയും നൂറയുടെയും പേര് പറയും. അത് കഴിഞ്ഞാൽ എൻ്റെ വായിൽ ഒരൊറ്റ പേരുള്ളത് ലക്ഷ്മിയാണ്. ബാക്കിയുള്ള ആളുകളെ ഒന്നും എടുത്ത് കളയാനോ അവരെ ഒന്നും ഇതിൽ മാറ്റി നിർത്താൻ പോലും എനിക്ക് തോന്നുന്നു പോലും ഇല്ല എന്നുള്ളതാണ്. ഇതാണ് ഇവരുടെ ഗെയിം കേട്ടോ. ഒരാളെ ചതിച്ച് ആ പോയിന്റ് സ്വന്തമാക്കി ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരണം. ഇനി നൂറ പറയുന്നൊരു വാക്കുണ്ട്, ഈ വാക്കൊന്ന് കേട്ടോക്കെ. ഇത് ആർക്കാണ് ആപ്റ്റ് ആകുക എന്നൊന്ന് പറയണേ. കരയിപ്പിക്കുന്ന ആൾക്കാരൊന്നും വെറുതെ പോവില്ല. ഒരാളും തന്നെ വെറുതെ അങ്ങനെ പോവില്ല. തിരിച്ചടിക്കും. പ്രത്യേകിച്ച് പണപ്പെട്ടിയുമായിട്ട് പോകാനല്ല ആഗ്രഹിക്കുന്നത്, അതിന് സാധിക്കാതിരിക്കാനാണ് സാധ്യത കാണുന്നത്. കർമ്മ എങ്ങനെയാണല്ലോ ഒരാളെ കരയിച്ചിട്ട് അയാൾ എങ്ങനെയായാലും ആ ഒരു പോയിന്റ് കിട്ടിയിരുന്നെങ്കിൽ സെക്കൻഡെങ്കിലും എത്തിയിരുന്നു അല്ലെ. അതുപോലും ഇല്ലാണ്ടാക്കിയത് നിങ്ങളാണ് എന്നുള്ളതാണ്. ഒരുപാട് തവണ അതിൽ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നൂറ പോലും അറിയാതെ. എന്നാൽ നൂറ നല്ല ക്വാളിറ്റി ഉള്ള ഒരാളാണെന്ന് ചോദിച്ചാൽ നൂറയും ക്വാളിറ്റി ഉള്ള വ്യക്തിയൊന്നല്ല. ഈ ഗെയിമുകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അത് കണ്ടാൽ മനസ്സിലാവുന്നുള്ളതാണ്. ഒരു തവണ അതിൽ രക്ഷപ്പെട്ടത് ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ആഴ്ച പോവേണ്ട വ്യക്തി തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഇനി ആര് പോകുമെന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല. എന്നാലും ഇങ്ങനെ അൺഫെയർ ആയിട്ട് കളിക്കുന്ന ആളുകളെ ചതിച്ച് നേടിയെടുക്കുന്ന പോയിന്റുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളോട് നിൽക്കുമ്പോൾ സത്യത്തിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷമമുണ്ട്. പിന്നെ ഞങ്ങൾ റെപ്രസെൻറ്റേറ്റീവ് ചെയ്ത് നിൽക്കുന്ന ഇന്ന സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരു കാര്യത്തിനെയും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തു പറയാനാ. ഈ ഒരു കളവിനെ കുറിച്ച് അനുമോളുടെ അടുത്ത് വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്നതെന്ന് കാണണേ. അനുമോളും ആ കൂട്ടത്തിൽ പെട്ടുപോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അക്ബറിന്റെ പെൺകുട്ടികളെ എടുത്തത് അതിലാണ്. ഇവിടെ കൊണ്ടുവച്ച അതെവിടെ ഇരിക്കുന്നേ? പക്ഷെ നീ ഒരു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എടുത്ത സാധനം നീ സ്റ്റോർ റൂമിൽ വെക്കുന്ന സമയത്ത് കൂടെ വെക്കണമായിരുന്നു. ബുദ്ധൂസേ, സ്റ്റോർ റൂമിൽ പാവ വെക്കുന്ന സമയത്ത് അതും കൂടെ നീ വെക്കണമായിരുന്നു. വെച്ചാ ആരത് കൊണ്ടതാ? മോളെ എടി നീ അല്ല നീ സ്വന്തമായിട്ട് ഒന്നും എടുക്കണേ എന്റെ മോളെ. അപ്പൊ നീ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലേ? അല്ല ഇവക്ക് 12 എണ്ണം എന്തോ കിട്ടിയിരുന്നു. നിനക്ക് എത്ര ഇപ്പം? 12 എണ്ണം ഉണ്ടായിരുന്നു. 12? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? 12 എണ്ണം ആദിലയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. പക്ഷെ കൃത്യമായിട്ട് അതിന്റെ ഒരു കണക്ക് 9 എണ്ണം ഉണ്ടായിരുന്നു എന്ന് ആര്യന്റെ കണക്ക് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവൻ ഏകദേശം 11 12 ബൊമ്മകൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഒരു ബൊമ്മയ്ക്ക് എത്ര 5 3 പോയിന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായാലും അക്ബർ ഉയരങ്ങളിലേക്ക് എത്തിയേനെ. പക്ഷെ അതിനെ തല്ലി തകർത്ത ഈ പൂമ്പാറ്റകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ സമ്മതിച്ചു പോയി. അത് കൂടാതെ അനുമോൾ ഈ വിഷയം അറിഞ്ഞിട്ട് പോലും ഒരാളോടും പറഞ്ഞില്ല. എന്തായാലും ലാലേട്ടൻ ഇത് ചൂണ്ടിക്കാണിക്കുമെന്ന് മനസ്സിലായപ്പോൾ അക്ബറിന്റെ അടുത്ത് പോയിട്ട് ഇവള് വന്നിട്ട് അങ്ങ് ഡ്രാമ കളിച്ചു. വളരെ ഭയങ്കര രസകരമായ സാധനമാണ്. ഷാനവാസ്ക പറയുന്ന ഈ ഒരു വാക്ക് കേട്ടോ കിട്ടാ, അതിനെ കുറിച്ച് പറയുന്നതാണ്. ഇപ്പോഴാണ് ആൾക്ക് ബോധവൽക്കരണ വരുന്നത്. ഞാൻ ഇതുവരെ മിണ്ടിയില്ല. നമ്മളൊക്കെ എന്തിനാ പിണങ്ങിയിരിക്കണേ? എനിക്കും ആദ്യമായിട്ട് നൂറത്ത് ഒരു പിണക്കൊന്നുമില്ല. എനിക്ക് നൂറയോട് വേറെ കുഴപ്പമൊന്നുമില്ല. നൂറ് അങ്ങനെ അപമര്യാദയായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ ഇവള് കുറച്ചൊരു മര്യാദക്കേട് സംസാരിക്കുന്നുണ്ടോ? തമാശക്കാണ്. തമാശ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എനിക്കത് ഇന്നലെ രാത്രി ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു. വളരെ ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മിയെ വിളിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ അതിലെന്ത് ചെയ്തു? ഉറങ്ങിക്കിടക്കുന്ന ലക്ഷ്മിയെ വിളിച്ചു. തട്ടി എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പൊ അവർ അറിയില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. വിളിക്കണ്ടെന്ന് പറഞ്ഞു.
അതിലങ്ങോട്ട് ചാടി എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. ഇത് കഴിഞ്ഞ വീഡിയോ ഞാൻ സൂചിപ്പിച്ചതാണ്. അതിൽ 2 പേര് ഭയങ്കരമായിട്ട് ഉറങ്ങിയിരുന്നു. അനീഷേട്ടൻ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ഈ ലിവിങ് ഏരിയ കിടന്നു. ആ സമയത്ത് ബിഗ് ബോസ് എല്ലാവരും ലിവിങ് ഏരിയ വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യമില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന ലക്ഷ്മിയെ അനാവശ്യമായിട്ട് വിളിച്ചെണീപ്പിക്കാൻ നോക്കിയ ഒരു സൈക്കോ സ്വഭാവമുണ്ട്. ഓൾറെഡി നമുക്കറിയാം ഈ ആദിലേക്ക് ഒരു പ്രത്യേകതരം സൈക്കോ സ്വഭാവം ഉണ്ട് എന്നുള്ളത്. അതവിടെ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. എന്താലേ ഇങ്ങനെ കുറെ സഹജീവികളോട് സ്നേഹമുള്ള മനുഷ്യത്വമുള്ള മനുഷ്യന്മാരെ എല്ലാവരും ഒരുപോലെ കാണണമെന്നൊക്കെ പറയുന്ന, നാക്കുകൊണ്ട് മാത്രം പറയുന്ന, മാനസികമായിട്ട് അതിന് അംഗീകരിക്കാനും കഴിയാത്ത ഒരു വ്യക്തിയാണ് ആദില. അത് കൃത്യമായിട്ട് അവിടെ കാണിക്കുന്നു എന്നുള്ളതാണ്. ഷാനവാസ്ക ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് ഒഴിവാക്കി ഒറ്റയ്ക്ക് കളിക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ടോപ്പ് 5 പോലും എത്തില്ല. ഇതൊന്നും എനിക്ക് സഹിക്കേണ്ട കാര്യമില്ല. അപ്പോഴത്തെ ദേഷ്യം പറഞ്ഞതാവും. എപ്പോഴത്തെ ദേഷ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനൊക്കെ സഹിക്കേണ്ട കാര്യം? അവരായിട്ടാണ് മിങ്കിൾ ചെയ്യുന്നത് നിർത്തിയാൽ പോലെ. ഇല്ല, എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഒന്നിൽ കൂടുതൽ അനുഭവം വരുമ്പോൾ എനിക്ക് താല്പര്യമില്ല. കുറച്ചൊക്കെ നമ്മൾ പിള്ളേരല്ലേ, കുട്ടികളല്ലേ, സ്നേഹിച്ച അങ്ങേ അറ്റം വരെ ഞാൻ സ്നേഹിക്കും. പക്ഷെ അത് ആ സ്നേഹം വെച്ചിട്ട് നമ്മളെ നേരെ കുതിരേറാനും നമ്മളെ തലയിൽ കയറി നിരങ്ങാനും നെഞ്ചത്ത് കയറാനും നോക്കി കഴിഞ്ഞാൽ അതാണ് ചോദിച്ചു. എന്ത് പറഞ്ഞാലും അത് ശരിയായ ഇതല്ല. അത് എന്തൊക്കെ പിച്ചുമായി പറയുന്നുണ്ട്. ഞാൻ അവിടെ പോകുന്നു, കാരണം ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. അവളോട് ഞാൻ പറഞ്ഞു നീ വാ തന്നെ ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന പറഞ്ഞപ്പോൾ അവളെ ബെഡ്റൂമിൽ നിന്ന് അനങ്ങിയതേ ഇല്ല. ഞാൻ വരില്ലായിരുന്നു, അവൾ അവിടെ ഇരുന്നു. ഇത്രക്ക് ദേഷ്യം ഇതൊന്നും പാടില്ല പെൺകുട്ടികളായ. എന്താ അത്? അതിലെന്റെ തരത്ത് പോയി കളിച്ചോട്ടെ. എന്റെ പൊന്നു ഷാനവാസ്ക, ഇതൊക്കെ ഇപ്പോഴാണോ മനസ്സിലാക്കുന്നത്? ജയിക്കാൻ വേണ്ടി എന്തും കാണിക്കുക എന്നുള്ളത് ഞങ്ങൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള ആളുകൾ അതിൽ അത്ര നല്ലൊരു ഗെയിമറല്ല, അത്ര നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയോ അല്ല എന്നുള്ളത് ബിഗ് ബോസിന്റെ അകത്ത് നിന്നുകൊണ്ട് മനസ്സിലായിട്ടുണ്ട്. ഇവരെ ലാലേട്ടൻ പറഞ്ഞ് വീട്ടിൽ കയറ്റുന്നൊക്കെ അല്ലേ. പക്ഷെ ഇത് കാണുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ലാലേട്ടൻ ആ സ്റ്റേറ്റ്മെന്റ് തിരിച്ചെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത്. അത് അടുക്കും തോറും മനസ്സിലാവുമെന്ന് പറഞ്ഞ സത്യമാണ്. കറക്റ്റ് എക്സ്പോസ് ആയിട്ടുണ്ട്. ഇവരെയാണോ വീട്ടിൽ കയറ്റേണ്ടത് എന്ന് ലാലേട്ടൻ നാളെ ചോദിക്കും. ഒരു തർക്കവും വേണ്ട. പൈസ ആവശ്യത്തിന് വേണം. നമുക്ക് പൈസ ആണ് ആവശ്യം. നമുക്കൊക്കെ ഇവിടെ ഓരോ ദിവസം നിൽക്കാൻ പറ്റുന്നതും അത് ഭയങ്കര വലിയ ഫെയിം കിട്ടുന്നുണ്ട് ഇവിടുന്ന്. ഫെയിമിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പൈസ നല്ല ആവശ്യമുണ്ട്. ഫൈനൽ 5 എത്താൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഈ ആഴ്ച പോവോ ഇല്ലയോ വരെ അറിയത്തില്ല. സത്യം. സോ അങ്ങനെ ഞാൻ നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അപ്പോഴത്തെ എൻ്റെ അടുത്ത് വെച്ചിട്ട് നല്ലൊരു എമൗണ്ട് അവിടെ വരെ അങ്ങോട്ടേക്ക് ഈ മന്ത് ആരും എടുക്കാതെ ഞാൻ ശ്രദ്ധിക്കും. എനിക്കറിയില്ല, ഞാൻ അലേർട്ടായതാ. അപ്പൊ ഇതാക്കിയിട്ട് ഭയങ്കര ഇത് തോന്നുകയാണെങ്കിൽ അയാൾക്കോട്ട് അർസപ്പെട്ടി. ഓക്കെ, അതായത് നിങ്ങൾക്ക് ക്ലിയറിൽ കേൾക്കാണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. പണപ്പെട്ടി വരുന്നത് വരെ പിടിച്ചു നിൽക്കണം. പണപ്പെട്ടി കിട്ടിയാൽ നമ്മളിവിടുന്ന് മുങ്ങണം. നമുക്ക് ആവശ്യം പൈസയാണ്. അതിന് നമുക്ക് ആരെയും ചതിക്കാം എന്നുള്ള ഹിന്റ് കൂടി തരുന്നുണ്ട്. അതിൽ ഷാനവാസ്കയും അനിമോളൊക്കെ ചതിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഇനി ചതിക്കാൻ ബാക്കിയില്ല. ഒരു കാര്യമില്ലാതെ അനീഷേട്ടനെ ചൊറിഞ്ഞ് മാന്തി പൊളിച്ചു വെച്ചിട്ടുണ്ട്. അക്ബറിന്റെ പ്രോപ്പർട്ടി മറ്റു സാധനങ്ങളും കട്ടിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഫാൻ ബേസ് ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ 2 പേർക്ക് ആകെ ആവശ്യം പൈസയാണ്. ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവരൊക്കെ ചതിക്കുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആ ഫാൻ പവർ ഒന്ന് കാണിച്ചേ. ഈ ആഴ്ച 100 ഒന്ന് പുറത്താക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങൾ വലിയ ഫാൻസ് ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. No, you are a strong contestant. സ്വഭാവം ഇൻ ദ സെൻസ് ടോക്കിംഗ് ബാക്ക് ഞാൻ കൂട്ടാവാനോ ചാൻസസ് ഉണ്ട്. അത് ഇപ്പോഴാണെങ്കിൽ ഫുള്ള് PR ഒക്കെ ഉള്ള ടീംസാണ്, ഫുള്ള് നമ്മളെ ചുറ്റുവട്ടത്തുള്ളത്. എന്താ പറഞ്ഞു വെച്ചാലേ ടോപ്പ് 5 എത്താൻ സാധ്യതയുള്ള ഒരു കോണ്ടസ്റ്റന്റ് ആണ് അതിലെ നീ എന്നാണ് നൂറ പറഞ്ഞു കൊടുത്തത്. യു ആർ എ സ്ട്രോങ് കണ്ടസ്റ്റന്റ്. അതെ, മറ്റുള്ള ആളുകളെ കട്ടെടുത്തിട്ട് ആളുകളെ തമ്മിലടിപ്പിക്കുന്ന ഇതാണോ, ഒരു കാര്യമില്ലാതെ ആളുകളെ ഉപദ്രവിക്കുന്ന ഇതാണോ സ്ട്രോങ് കണ്ടസ്റ്റന്റ്? പരദൂഷണം അതുകൂടി വേണമല്ലോ അല്ലേ. കൂടെ നിൽക്കുമ്പോൾ ചേർത്ത് വെക്കുകയും ഒന്ന് തിരിഞ്ഞു നിന്നാൽ തിരിഞ്ഞു ചവിട്ടുന്നതുമാണോ കട്ടപ്പാതിലയുടെ ആ ഒരു ഗെയിം? എന്തായാലും കൊള്ളാം കേട്ടോ. അനിമോൾക്ക് ഇട്ടിട്ടും ഷാനവാസ്കക്ക് ഇട്ടിട്ടും അതേപോലെ അക്ബറിന് ഇട്ടിട്ടും ചൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് സാബുമാന്റെ കൂടെ നിന്ന് നോമിനേഷനിൽ വരാതിരിക്കാനുള്ള പടികളൊക്കെ അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും മഴവില്ലുകളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. മഴവില്ലിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുടെ എണ്ണം കൂടുതലാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പവർ ഒന്ന് കാണിക്കുക. ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് വ്യക്തമായിട്ട് അറിയില്ലേ, അത് ചെയ്യുക. ദയവ് ചെയ്ത് ഈ ഒരു മനോഭാവമുള്ള ആളുകളെ അവിടെ നിർത്താതിരിക്കുക. കൂട്ടത്തിൽ നവീനെയും കൂടി പുറത്താക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ വീണ്ടും ഒരു പുതിയ അപ്ഡേഷനായിട്ട് അതിലേക്ക് സന്ദീപ് സൈനിങ് ഓഫ്.